കഥയുടെ തുടക്കത്തിൽ കുറച്ചധികം പയ്യന്മാര് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പയ്യനുണ്ട്. അവൻ നല്ല രീതിയിലാണ് കളിക്കുന്നത്. എന്നാൽ പെട്ടെന്നായിരിക്കും ആൾക്കാരുടെ കൂട്ടത്തിൽ എന്തോ ഒരു രൂപം നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നത്. ഇത് കണ്ട ഉടനെ അവന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. കുറച്ചു നേരം പതറി നിന്നെങ്കിലും വീണ്ടും അവൻ കളിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ബോൾ അവന്റെ കയ്യിലാണ്. അവസാന നിമിഷത്തിലാണ് ബോൾ അവൻ ബാസ്കറ്റിലോട്ട് എടുത്ത് എറിയാനായിട്ട് നിൽക്കുമ്പോൾ അവിടെയായിട്ട് ഒരു രൂപം നിൽക്കുന്നതായിട്ട് അവന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവൻ പേടിച്ചു പോവെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ബോൾ ഇടുകയാണ്. അങ്ങനെ ആ കളി അവർ ജയിക്കുകയാണ്. പക്ഷെ അത് എന്ത് രൂപമാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഒരു റൂമിൽ വരുന്നുണ്ട്. ആ റൂമിൽ വന്നിട്ട് അവന്റെ ലോക്കർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെട്ടി ഇരിപ്പുണ്ട്. അതുമല്ല അവിടെ കുറച്ച് ഡംബൽസ് ഇരിപ്പുണ്ട്. ആ ഡംബൽ എടുത്തിട്ട് ഈ പെട്ടീനെ അടിച്ചു പൊട്ടിച്ച് കളയാണ്. ഇവൻ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലാണ് പെരുമാറുന്നത്. അന്നേരമായിരിക്കും ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവൻ പേടിച്ച് പോയി നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അങ്ങോട്ട് അവന്റെ കൂടെ കളിച്ച പയ്യന്മാരെല്ലാരും കൂടെ വരുന്നത്. അത് കാണുമ്പോഴാണ് അവന് സമാധാനമാവുന്നത്. ഇതിനുശേഷം ഈ പയ്യൻ പോയി കുളിക്കുകയാണ്. കൂടെ തന്നെ അവന്റെ 2 കൂട്ടുകാരും ഉണ്ട്. കൂട്ടുകാർ കുളിച്ചു കഴിഞ്ഞിട്ട് പോവും. ഇവൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോഴായിരിക്കും ഇവൻ കുളിക്കുന്നതിന്റെ താഴെയായിട്ട് എന്തോ കരി പോലത്തെ വെള്ളം പോകുന്നതായിട്ട് അവൻ കാണുന്നത്. പെട്ടെന്നായിരിക്കും ഒരു രൂപം വന്ന് അവന്റെ വായിൽ കൈയിടുന്നത്. അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഉടനടി അവന്റെ ദേഹം എല്ലാം കത്താനായിട്ട് തുടങ്ങും. അവന്റെ കൂട്ടുകാർ പുറത്തു തന്നെ നിപ്പുണ്ടായിരുന്നല്ലോ. അവന്റെ കരച്ചിൽ കേട്ട് അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ ഇവൻ പച്ചയ്ക്ക് നിന്ന് കത്തുകയാണ്. എന്താ സംഭവിച്ചെന്ന് ഈ കുട്ടികൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കട്ട് ചെയ്താൽ 6 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ക്രിസിനെയാണ് കാണിക്കുന്നത്. അവളുടെ കൂടെ തന്നെ അവൾക്കൊരു കസിനും ഉണ്ട്. ക്രിസ് അവളുടെ കസിനും കൂടെ സ്കൂളിലോട്ട് പോവാണ്. ക്രിസ് പുതിയതായിട്ടാണ് സ്കൂളിൽ വന്നിരിക്കുന്നത്. അവിടെ വരുമ്പോൾ ക്രിസിനെ ബുള്ളി ചെയ്യാനായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട്. അവനൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. നമുക്ക് അവനെ ബോയ് ഫ്രണ്ട് എന്നും വിളിക്കാം. അവന്റെ ഗേൾ ഫ്രണ്ടിനെ നമുക്ക് ഗേൾ ഫ്രണ്ട് എന്നും പറയാം. പിന്നെ വേറൊരു പെൺകുട്ടി കൂടെ ഇല്ലേ. അവളൊരു പാവം പെൺകുട്ടിയാണ്. അവളുടെ പേര് എമിലി എന്നാണ്. എമിലിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ റാഗ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ക്രിസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പാവം പെൺകുട്ടിയല്ല. റാഗ് ചെയ്യാൻ വന്നവന്റെ ബോൾസ് നോക്കി ഒറ്റ കുത്തു കൊടുക്കാണ്. അവൻ വേദന കൊണ്ട് നിലവിളിക്കുന്ന നേരത്തായിരിക്കും സാർ അങ്ങോട്ട് വരുന്നത്. സാറ് വന്നിട്ട് ക്രിസിനെ വഴക്ക് പറയും. നീ ഇപ്പം ഡിറ്റൻഷൻ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, വീണ്ടും എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സാറ് വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ ക്രിസ് ആണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് കാർ ഓട്ടിച്ചു. കൂടെ തന്നെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ കാർ ഓട്ടിച്ച് പോയപ്പോൾ വണ്ടി ഇടിച്ചു. അങ്ങനെയാണ് അവള് ഡിറ്റൻഷൻ സ്കൂളിൽ പോയത്. പിന്നെ ഇപ്പൊ ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാരും പോയതിനു ശേഷം ക്രിസ് ആണെങ്കിൽ അവളുടെ ലോക്കർ തുറക്കും. ഈ ലോക്കർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നേരത്തെ മരണപ്പെട്ടു പോയവന്റെ ലോക്കറാണ്. ആ ലോക്കർ തുറക്കുമ്പോൾ അതിനകത്ത് ആ ഒരു പെട്ടി ഇരിക്കുന്നതായിട്ട് കാണാം. ആ പയ്യൻ അടിച്ചു പൊടിച്ച അതേ പെട്ടി. എന്നാൽ ക്രിസ്റ്റിന് കാര്യം മനസ്സിലാവുന്നില്ല. അവൾ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു തരം വിസിലുണ്ട്. ആ വിസിലെടുത്ത് അവൾ അടിക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ബെല്ല് കേൾക്കുന്നത്. അവൾക്ക് തൽക്കാലത്തേക്ക് ആ വിസിൽ ഊതാനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും ആ വിസിലെടുത്ത് ബാഗിൽ വെച്ചിട്ട് അവൾ ക്ലാസ്സിൽ പോവാണ്. എന്നാൽ ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് അത് ബാഗിൽ നിന്ന് അറിയാതെ താഴെ വീഴാണ്. ഇത് സാറ് കാണുന്നുണ്ട്. സാർ അവളോട് അത് സാറിന് കൊടുക്കാനായിട്ട് പറയും. സാർ എന്താ സാധനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് പഴയ കാലത്തുള്ള ഒരു വിസിലാണെന്ന് സാറിന് മനസ്സിലാവും. ക്രിസിനോട് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിന്റെ ലോക്കറിൽ നിന്ന് കിട്ടിയതാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇത് ക്രിസിന്റെ അല്ല, ഇത് സ്കൂളിന് അവകാശപ്പെട്ടയാന്ന് പറഞ്ഞിട്ട് സാർ അത് പഠിക്കാനായിട്ട് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഇത് പഴയകാല വിസിൽ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന് ശേഷം എല്ലാവരെയും വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. സാർ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ആ വിസിലിനെ പറ്റി ഓൺലൈനിൽ പഠിക്കാനായിട്ട് തുടങ്ങും. അതിന്റെ വില കണ്ടിട്ട് സാറ് വരെ ഞെട്ടിപ്പോവാണ്. ഏകദേശം 33 ലക്ഷം രൂപയുണ്ട്. ഇതേ നേരം തന്നെ താഴെ നമ്മുടെ ക്രിസും അതുപോലെ തന്നെ കസിനും വന്നിട്ടുണ്ട്. കസിൻ അവൻ എന്തോ ഒരു ബുക്ക് ക്ലാസ്സിൽ വെച്ചെടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസിനോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലോട്ട് തിരിച്ചോടി വരും. ഇതേ നേരം സാറാണെങ്കിൽ ആ വിസിൽ ഊതുന്നുണ്ട്. എന്നാൽ വേറെ ആരും കേൾക്കുന്നില്ല. ഈ വിസിൽ ഊതുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ ക്ലാസ് റൂമിന്റെ ജനൽ പൊട്ടുന്നുണ്ട്. അവിടുത്തെ ഒരു ചെറിയ ഗ്ലാസ്. എന്നാൽ സാർ അത് ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഊതി കഴിഞ്ഞിട്ടായിരിക്കും സാറ് ക്ലാസിന്റെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ കസിൻ നിപ്പുണ്ട്. എന്നാൽ കസിനെ സാറ് കാണുന്നില്ല. സാർ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടെ നിന്ന് മാറിപ്പോവാണ്. സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഈ കസിനാണെങ്കിൽ ആരും അറിയാതെ ക്ലാസ് റൂമിൽ കയറിയിട്ട് അവന്റെ ബുക്ക് എടുക്കുകയാണ്. അന്നേരമായിരിക്കും അവിടുത്തെ ലാപ്ടോപ്പ് ഓണായിരിക്കുന്നത് ഈ കസിൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പിൽ എന്താണെന്ന് ചെന്ന് നോക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ ഒരു വിസിലിന്റെ വില കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് തന്നെ ആരും അറിയാതെ ആ വിസിലെടുത്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. സാറ് പോലും അറിയുന്നില്ല ആ വിസിൽ അവൻ അടിച്ചു മാറ്റിയ കാര്യം. ഇതേ നേരം താഴെ ക്രിസ് നിൽക്കുന്ന നേരത്ത് അങ്ങോട്ടൊരു പയ്യൻ വരുന്നുണ്ട്. അവൻ പള്ളിയിലൊക്കെ പഠിക്കുന്ന ഒരു പയ്യനാണ്. എന്നാൽ നല്ല പയ്യനൊന്നും അല്ല. അവന് ഡ്രഗ് ഡീലിങ്സ് ഉണ്ട്. ഇപ്പൊ ക്രിസിനോട് വന്ന് ചോദിക്കുന്നു, എനിക്ക് ഡ്രഗ്സ് വല്ലതും വേണമെന്ന്. എന്നാൽ അവള് വേണ്ട, നീ ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയുമ്പോൾ അവൻ പോകുന്നില്ല. അന്നേരമായിരിക്കും കസിൻ താഴോട്ട് ഇറങ്ങി വരുന്നത്. കസിൻ വന്ന് അവനെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കും. ഇവൻ ഡ്രഗ് ഡീലിങ്സ് ഒക്കെ ഉള്ളവനല്ലേ. എന്നാൽ എവനാണെങ്കിൽ ഈ കസിനെ പിടിച്ച് അടിക്കാനായിട്ട് തുടങ്ങും. കസിന്റെ മൂക്കും പൊട്ടിയിട്ടുണ്ട്. കസിനെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് മാറിപ്പോകുന്നത്. എന്തായാലും കസിൻ കാറിൽ വന്നിരിക്കും. കൂടെ തന്നെ ക്രിസും ഉണ്ട്. അവന് വലിയ പ്രശ്നമൊന്നുമില്ല. മൂക്ക് പൊട്ടിയിട്ട് ചെറുതായിട്ട് ചോര വന്നതേ ഉള്ളൂ. എന്തായാലും കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ നേരം സാറാണെങ്കിൽ സ്കൂളിലെല്ലാം കറങ്ങി നടത്തിട്ട് ക്ലാസ്സിൽ തിരിച്ചു വരും. അവിടെ വന്ന് ആ വിസിലിന്റെ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിന്റെ അകത്ത് വിസിലില്ല. എവിടെ പോയെന്ന് അറിയാൻ വയ്യാതെ ആ ക്ലാസ് റൂം എല്ലാം തപ്പും. എന്തായാലും വിസിൽ കിട്ടിയില്ല. ആ വിഷമത്തിൽ ക്ലാസ് റൂമിൽ അങ്ങനെ ഇരിക്കപ്പോഴായിരിക്കും പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ സാറ് പുറത്ത്
അകത്തോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു രൂപം അങ്ങനെ നിൽക്കുന്നു. അതും അതിന്റെ തലയൊക്കെ ഒടിയും മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സാറ് പേടിച്ച് കുറച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് സാറിന്റെ പിറകിലൂടെ പിടിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കാൻ വരുന്ന ഒരു സ്റ്റാഫാണ്. സാറിനോട് ചോദിക്കുക എന്താ പറ്റിയെന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു രൂപത്തിനെ കാണാനായിട്ടില്ല. എന്തായാലും സാറ് പിന്നീട് ക്ലാസ് റൂമിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ വരുമ്പോൾ ഒരു വയസ്സായ രൂപം അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. സാറിന് മനസ്സിലാവത്തില്ല ഇത് ആരാണെന്ന്. പെട്ടെന്നായിരിക്കും ആ രൂപം കയറി സാറിനെ പിടിക്കാനായിട്ട് തുടങ്ങുന്നത്. സാറിനെ പിടിച്ചതും സാറും ആ ഒരു വയസ്സായ രൂപം പോലെ ആവുകയാണ്. അതെന്തോ തരം പ്രേതമായിരുന്നു. എന്നാൽ ആ പ്രേതം പിടിച്ചതും സാറും ആ ഒരു പ്രേതത്തിനെ പോലെ ആയി. തലയിലുള്ള മുടിയെല്ലാം കൊഴിഞ്ഞ് വല്ലാത്ത രീതിയിൽ വയസ്സായി വായിൽ നിന്ന് രക്തമൊക്കെ ഛർദ്ദിച്ചിട്ടാണ് അയാൾ താഴെ വീഴുന്നത്. വീണ്ടും കസിനെയും ക്രിസിനെയും കാണിക്കുകയാണെങ്കിൽ ഇവരൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഗേൾ ഫ്രണ്ടിന്റെ വീടാണ്. നേരത്തെ ഒരുത്തന്റെ ബോളിൽ ഇട്ടിടിച്ചില്ലേ, അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീട്. അവനും ആ വീട്ടിൽ തന്നെ ഉണ്ട്. ഇവരോട് സാർ ഒരു അസൈൻമെന്റ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് ഒരുമിച്ചിരുന്ന് എഴുതാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ കസിൻ ആണെങ്കിൽ ആ ഒരു വിസിൽ കൊണ്ടുവന്ന് ഇവരെ കാണിക്കും. ഗേൾ ഫ്രണ്ടിന് ഇത് കാണുമ്പോൾ അതിനോട് വല്ലാത്ത താല്പര്യം തോന്നുകയാണ്. ഗേൾ ഫ്രണ്ട് ആ വിസിൽ വാങ്ങിച്ചിട്ട് അതിൽ ഊതാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു പ്രത്യേകതര ശബ്ദം കേൾക്കുകയാണ്. ഓരോ ആൾക്കാരുടെ ചെവി നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ആർക്കും എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു വിസിൽ ഊതിയാൽ ഇങ്ങനെ വേദനിക്കുമോ ചെവി? അന്നേരമായിരിക്കും ഈ ബോയ് ഫ്രണ്ട് എല്ലാവരോടും കൂടെ പറയുന്നത് എന്തോ ഒരു സംഭവം ദൂരന്നായിട്ട് വരുന്നുണ്ടെന്ന്. എല്ലാരും പേടിച്ച് കുറച്ചിരിക്കുമ്പോഴായിരിക്കും ഇവൻ എല്ലാരെയും പറ്റിച്ചതാണ്. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്രിസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നാലെ തന്നെ ആ ഒരു എമിലി എന്ന് പറയുന്ന പെൺകുട്ടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഈ എമിലി ക്രിസിനോട് നല്ല രീതിയിൽ മിണ്ടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ക്രിസ് വലിയ മൈൻഡ് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രിസിനെ ഒരു ഫെസ്റ്റിവലിന് ഈ ഒരു പെൺകുട്ടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരമായിരിക്കും കസിൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. കസിൻ ഈ എമിലിക്ക് കുറച്ച് ഇൻസുലിൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഇൻസുലിൻ എമിലി അകത്ത് വെച്ച് മറന്നിട്ട് ഇറങ്ങി വന്നതാണ്. എമിലിക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുത്തേ പറ്റൂ. എന്തായാലും എമിലി ആ ഇൻസുലിനും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. എമിലി പോയതും ക്രിസ് കസിനോട് ചോദിക്കും ഇനിയിപ്പോ എമിലി വല്ല ലെസ്സും ആണോന്ന്. അതായത് ആ എമിലിയുടെ സ്വഭാവത്തിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഈ ക്രിസിന് തോന്നിയിട്ടുണ്ട്. ക്രിസിനോട് എന്തോ ഇഷ്ടമുള്ളത് പോലാണ് എമിലി പെരുമാറുന്നത്. അറിയില്ല, അതൊക്കെ നമുക്ക് മുമ്പോട്ടുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കസിൻ ക്രിസിനെ വിളിച്ച് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ക്രിസ് വീട്ടിൽ വന്നിട്ട് എമിലിക്ക് മെസ്സേജ് ഇടാനായിട്ട് നോക്കുകയാണ്. പക്ഷെ എന്ത് ടൈപ്പ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അന്നേരമായിരിക്കും പുറത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവള് പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു മരം നിപ്പുണ്ട്. ആ മരത്തിന്റെ മുകളിലായിട്ട് എന്തോ ഒരു രൂപം അങ്ങനെ നിൽക്കുകയാണ്. എമിലി ഇത് കണ്ട് പേടിച്ച് പറിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കസിൻ ഡോറും തുറന്ന് അകത്തോട്ട് കയറി വരുന്നത്. ഇതോടെ ആയപ്പോൾ ക്രിസ് ഒരുപാട് പേടിച്ചു പോയി. അവനെ കുറെ ചീത്തയും പറഞ്ഞിട്ട് അറിയാതെ തന്നെ ആ മെസ്സേജ് സെൻഡ് ചെയ്ത് പോവാണ്. ആ മെസ്സേജിൽ മറ്റൊന്നുമല്ല, ഇനിയിപ്പോ എമിലി വല്ല ലെസ്ബിയാനും ആണോന്ന്. എന്നാൽ അതിന് ഉടനടി മറുപടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ലെസ്ബിയാനൊന്നും അല്ല, നീ നാളെ എന്റെ കൂടെ ഫെസ്റ്റിവലിൽ വരണമെന്ന്. എന്നാൽ ഈ ക്രിസിന് നേരെ ചൊവ്വേ മെസ്സേജ് ഇടാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് കസിനാണ് വാങ്ങിച്ച മെസ്സേജ് ഇടുന്നത്. നാളെ ഉറപ്പായിട്ടും ഫെസ്റ്റിവലിൽ വരാമെന്ന് പറഞ്ഞിട്ട്. അതുമല്ല, നേരത്തെ കണ്ട ആ രൂപത്തിന് ഇവർ ആ മരത്തിൽ നോക്കുമ്പോൾ കാണുന്നുമില്ല. കസിൻ ഇവൾക്ക് ഭ്രാന്താണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രൂപമൊന്നും അവിടെ ഇല്ല. ഇതേ നേരം ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവിടെ ഇരുന്ന് തന്നെ ആ ഒരു വിസിലിനെ പറ്റിയൊക്കെ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന നേരത്തായിരിക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവള് പേടിച്ചിട്ട് പൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടവലും എടുത്ത് ദേഹത്ത് ചുറ്റിയിട്ട് ആ ഒരു ശബ്ദം കേട്ട സ്ഥലത്തോട് ചെല്ലും. എന്നാൽ ഇവൾ അറിയാതെ പിന്നിലൂടെ എന്തോ ഒരു ജീവി നടന്നു പോകുന്നുണ്ട്. അവൾ അത് കാണുന്നില്ല. എന്തോ ഒരു സംശയം തോന്നിയിട്ട് മുമ്പോട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്നതും ഇവളുടെ മുഖത്ത് ആരോ വന്ന് പിടിക്കുന്നു. പെട്ടെന്നായിരിക്കും ഇവൾ ആരോ വന്ന് വിളിക്കുകയും കൂടെ ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, ഈ ഒരു ഗേൾ ഫ്രണ്ടിന്റെ അനിയനാണ്. എന്നാൽ അനിയൻ മുഖത്ത് പിടിച്ചിട്ടില്ല, വേറെ ആരോ ആണ് മുഖത്ത് പിടിച്ചേക്കുന്നത്. അത് ഈ ഗേൾ ഫ്രണ്ടിന് മനസ്സിലാവുന്നില്ല. എന്തായാലും അനിയൻ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഗേൾ ഫ്രണ്ട് പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ക്രിസും കസിനും കൂടെ സ്കൂളിൽ വരുമ്പോൾ അവിടെ തന്നെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രസംഗങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള ആൾക്കാരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം ആ സാറ് മരണപ്പെട്ടു പോയെന്ന്. ഇവർക്കാർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മരണ കാരണം മറ്റൊന്നുമല്ല, ക്യാൻസർ ബാധിച്ചിട്ടാണ് മരിച്ചു പോയത്. ആ ട്യൂമർ വലുതായിട്ട്. എന്നാൽ ഇവര് നോക്കിയപ്പോൾ സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതേ നേരമായിരിക്കും ഈ ഒരു എമിലി മുമ്പോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു രൂപം അവിടെ ഇരുന്ന് കഴുത്തൊക്കെ ഒടിച്ചു മടക്കുന്നു. പെട്ടെന്നായിരിക്കും അവൾക്ക് ബോധം വരുന്നത്. അങ്ങനെ ഒരു രൂപം അവിടെ ഇല്ല. അതേ നേരം തന്നെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു വിസിലെടുത്ത് ക്രിസിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ വിസിൽ വേണ്ട, ഇതാ പയ്യന്റെ വിസിലല്ലേ, ആ ഒരു ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന പയ്യന്റെ വിസില്. ആ പയ്യന്റെ വീട്ടിൽ തന്നെ കൊടുത്തേക്കാൻ ക്രിസിനോട് പറഞ്ഞിട്ട് അത് ക്രിസിന്റെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രിസും എമിലിയും കൂടാണ് കാർ എടുത്തിട്ട് ആ ഒരു മരണപ്പെട്ട പയ്യന്റെ വീട്ടിലോട്ട് പോകുന്നത്. ആ ബാസ്കറ്റ് ബോൾ കളിച്ച പയ്യന്റെ ലോക്കറിലിരുന്ന സാധനമല്ലേ, അതുകൊണ്ട് തന്നെ അവൻ അവകാശപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ വീട്ടിൽ കൊടുക്കാനായിട്ടാണ് എമിലിയും ക്രിസും കൂടെ പോകുന്നത്. അങ്ങനെ എമിലിയും ക്രിസും കൂടെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ആരുമില്ല. ഡോറിൽ കൊട്ടുമ്പോൾ ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കാണ്. ഇവർ രണ്ടുപേരും കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പതിയെ വീട്ടിലോട്ട് കയറും. എന്നാൽ ആരുമില്ല. ക്രിസ് അവിടെ എല്ലാം പതിയെ പതിയെ പരിശോധിക്കാനായിട്ട് തുടങ്ങും. അന്നേരമായിരിക്കും ആ ഒരു പയ്യന്റെ മുത്തശ്ശി താഴോട്ട് ഇറങ്ങി വരുന്നത്. മുത്തശ്ശി ഇറങ്ങി വന്നിട്ട് അവരെ ഒരു റൂമിലോട്ട് വിളിച്ചോണ്ട് പോവാണ്. അന്നേരം ക്രിസ് കാര്യം പറയും, നിങ്ങളുടെ പേരക്കുട്ടിയുടെ ഒരു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾ എടുത്തോളാം. എന്നാൽ ആ ഒരു സാധനം ആ ഒരു വിസിലെടുത്ത് കൊടുക്കുമ്പോൾ ഈ മുത്തശ്ശി വാങ്ങുന്നില്ല. ആ ഒരു വിസിലിൽ വളരെ
വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് എന്റെ മോളെയും അതുപോലെ തന്നെ പേരക്കുട്ടീനെയും കൊന്നു. ആ ഒരു വിസിൽ ഒരു തവണ ഊതിയാൽ ആ ഒരു ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ മരണം ഉറപ്പാണ്. നിങ്ങളുടെ മരണം ഏത് വിധേനയാണോ വിധിക്കപ്പെട്ടത് അതേപോലെ തന്നെ നിങ്ങൾ മരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇപ്പൊ ഒരാൾ 80 വയസ്സ് വരെ ജീവിക്കുമെന്ന് വെച്ചോ, എന്നാൽ അവരുടെ മരണം ഉടനെ ഉണ്ട്. എന്നാൽ ഈ മരിക്കുന്ന സമയത്ത് അവർക്ക് എന്തായാലും 80 വയസ്സ് കാണും. ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ മുത്തശ്ശിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ ആ വിസിലും എടുത്ത് പുറത്തു വരികയാണ്. ആ മുത്തശ്ശിക്ക് വിസിൽ വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഇവര് വിചാരിക്കുന്നത് ആ മുത്തശ്ശിക്ക് പേരക്കുട്ടി മോള് മരിച്ചത് കൊണ്ട് തന്നെ ഭ്രാന്തായെന്നാണ്. പിന്നീട് എമിലിയും ക്രിസും കൂടെ പോകുന്നത് ഹോസ്പിറ്റലിലാണ്. ആ ഒരു പയ്യന്റെ റിപ്പോർട്ട് പരിശോധിക്കാനായിട്ടാണ് പോകുന്നത്. അവൻ സ്കൂളിൽ വെച്ച് കത്തി മരിച്ചതല്ലേ, അതിനെപ്പറ്റി അറിയാനായിട്ട് റിപ്പോർട്ട് എടുക്കാനായിട്ട് ഒരു റൂമിൽ പോകും. അവിടെ ചെന്ന് റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴായിരിക്കും ഒരു ഡോക്ടർ അകത്തോട്ട് കയറി വരുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരു സൈഡിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന നേരത്ത് ഈ ക്രിസ് ആണെങ്കിൽ ആ റിപ്പോർട്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ ആ പയ്യന്റെ പ്രായം 40 കൊടുത്തേക്കുന്നത്. എന്നാൽ അവൻ മരിച്ച സമയത്ത് അവന് ഏകദേശം 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ആ പയ്യന് 40 വയസ്സായി? അല്ലെങ്കിൽ എങ്ങനെ റിപ്പോർട്ടിൽ 40 വയസ്സായി? ആ ശരീരത്തിന് എങ്ങനെ 40 വയസ്സായി? ഇത് കാണുമ്പോഴാണ് ക്രിസിന് കുറച്ചുകൂടെ വിശ്വാസം വരുന്നത്. ആ ഒരു മുത്തശ്ശി പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ 40 വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മരണസമയത്ത് 40 വയസ്സ് കാണും. പക്ഷെ നിങ്ങൾ ആ വിസിലിന്റെ ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ മരണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് ഈ ഒരു കാര്യം എമിലിയുടെ അടുത്ത് കൂടെ പറയാണ്. എമിലിക്ക് ഇത് കേൾക്കുമ്പോഴാണ് വിശ്വാസം വരുന്നത്. അന്നേരം ആയിരിക്കും റൂമിൽ കയറി ഡോക്ടർ ഇവരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഈ ഡോക്ടറിന് ഇവരെ കാണാനായിട്ട് സാധിച്ചില്ല. അന്ന് രാത്രി ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ തന്നെ കസിനും മറ്റേ ആ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഈ ഗേൾ ഫ്രണ്ടിനോട് കസിന് ചെറിയൊരു ക്രഷ് ഉണ്ട്. ആ ക്രഷിന്റെ കാര്യം ഈ ഒരു ഗേൾ ഫ്രണ്ടിനോട് കസിൻ പറയാണ്. എന്നാൽ ഗേൾ ഫ്രണ്ട് പറയും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, നിനക്ക് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ ഒരു കൂട്ടുകാരനും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂട്ടുകാരനും കൂടെ ഈ ഒരു കസിനെ കളിയാക്കുന്നുണ്ട്. എന്തായാലും കസിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അതുപോലെ ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കളി കളിക്കാൻ പോവാണ്. അതായത് ഒരു മീസ് ഉണ്ട്, ഒരു വലിയ സ്ഥലം. ആ സ്ഥലത്തോട് എങ്ങനെയെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ച് അവിടെ തന്നെ ഒരു മണി കാണും. ആ മണിയിൽ പോയി അടിക്കണം. ആ മണി അടിക്കുന്ന ആൾക്കാർ ജയിക്കും. അങ്ങനെ ഒരു കളി കളിക്കാനായിട്ട് വലിയൊരു സ്ഥലത്തോട്ട് കയറി ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ക്രിസും എമിലിയും കൂടെ ആ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും വിസിലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ. ഇവരുടെ മരണം ഉടനടി നടക്കുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും കാര്യം പറയാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഡ്രഗ് ഒക്കെ വിൽക്കുന്ന പയ്യൻ ഇവരുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ക്രിസ് ഒന്നും ചെയ്തില്ല. പകരം എമിലി അവന്റെ ബോൾസ് നോക്കി ഒറ്റ ചവിട്ടാണ്. അവൻ വേദന കാരണം താഴെ വീഴുന്നുണ്ട്. അവന്റെ കയ്യിൽ തന്നെ ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് അവരെ കാണിച്ച് വരട്ടും. എന്നാൽ എമിലി വിടത്തില്ല. എമിലി അവന്റെ അടുത്ത് വന്ന് ആ കത്തി എടുത്തിട്ട് അവന്റെ മൂക്കിൽ വെച്ചിട്ട് അവന്റെ മൂക്ക് ഒറ്റ അറുപ്പാണ്. എന്നിട്ട് എമിലിയും ക്രിസും കൂടെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ഇവരോട് എല്ലാവരോടും കാര്യം പറയാനായിട്ട്. അതിൽ ഈ ഡ്രഗ് വിൽക്കുന്ന പയ്യൻ കുറെ അധികം കുട്ടികൾക്ക് ഡ്രഗ് കൊടുത്തിട്ട് അതിൽ കുറച്ച് കുട്ടികളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്. ഇതേ നേരം ആ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ മെയ്സിനുള്ളിൽ നിന്ന് കളിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് ദൂരോട്ട് നോക്കുമ്പോൾ ഒരു മുത്തശ്ശിയുടെ രൂപം കാണാം. ഇത് കണ്ടിട്ട് അവൾ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് പോകാതെ തിരിഞ്ഞു വരുമ്പോഴേക്കും നേരത്തെ കണ്ട മുത്തശ്ശി അവളുടെ മുമ്പിൽ വന്നങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പ്രേതരൂപമുള്ള മുത്തശ്ശി. ഇത് കണ്ട് പേടിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടി മാറിപ്പോവാണ്. ഇതേ നേരം തന്നെ കസിൻ ആണെങ്കിൽ ആ ഒരു മെയ്സിലൊന്നും കയറാതെ പുറത്ത് നിന്ന് ഒരു തോക്കെടുത്ത് കുറച്ചധികം ബലൂണിലോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥലത്തോട്ട് തന്നെ എമിലിയും ക്രിസും വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ കസിൻ പറഞ്ഞു കൊടുക്കും അവരെല്ലാരും മെയ്സിലുണ്ടെന്ന്. എന്തായാലും കസിൻ ഷൂട്ട് ചെയ്ത് ഒരു പാവക്കുട്ടിയും ജയിച്ചിട്ടാണ് അവരുടെ കൂടെ പോകുന്നത് മെയ്സിലോട്ട്. ഈ പാവക്കുട്ടി മറ്റാർക്കും അല്ല, അവൻ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ജയിച്ച പാവക്കുട്ടിയാണ്. ആരുടെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി? ബോയ് ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി. അവൾക്ക് വേറെ കാമുകനുണ്ട്, എന്നിട്ട് അവളോട് ക്രഷ് ഉണ്ട്. ഇതേ നേരം തന്നെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പേടിച്ചോടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഫോൺ എടുത്തിട്ട് ബോയ് ഫ്രണ്ടിനെ വിളിക്കും. എന്റെ പിന്നാലെ കുറച്ച് പ്രേതങ്ങളുണ്ട്, ഏതോ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കിളവി എന്റെ കൂടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഈ മെയ്സിൽ കുറെ അധികം പേടിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് വല്ലതും ആണെന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് അവളെ കളിയാക്കാണ്. അന്നേരം ആയിരിക്കും ആ ഒരു മുത്തശ്ശി ഗേൾ ഫ്രണ്ടിന്റെ അടുത്തോട്ട് വരുന്നത്. അതും തല തിരിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ഇത് കണ്ട് പേടിച്ച് അവൾ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ബോയ് ഫ്രണ്ടിന് ഈ നിലവിളി കേൾക്കുമ്പോഴാണ് വിശ്വാസം വരുന്നത്. എന്നാൽ അവൾ ഫോൺ എടുക്കുന്നില്ല, പകരം അവിടെ നിന്ന് ഒരു ഷവൽ എടുക്കുന്നുണ്ട്. ആ ഷവൽ എടുക്കുമ്പോൾ ഈ മുത്തശ്ശി അടുത്തോട്ട് വരുവാണ്. അവൾ ഒന്നും നോക്കത്തില്ല, ആ ഷവൽ വെച്ച് മുത്തശ്ശിയുടെ തല നോക്കി ഒറ്റ അടിയാണ്. പക്ഷെ ഈ അടി അടിച്ചതും ഗേൾ ഫ്രണ്ട് ആണ് മറിഞ്ഞു വിടുന്നത്. ഗേൾ ഫ്രണ്ടിന്റെ തലയിൽ ആരോ ഷവൽ വെച്ച് അടിച്ചതുപോലെ. പക്ഷെ അവളുടെ തലയിൽ അടി കിട്ടിയിട്ടില്ല, പകരം ആ മുത്തശ്ശിയുടെ തലയിലാണ് അവള് ഷവൽ വെച്ച് അടിച്ചത്. എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് അറിയത്തില്ല. ഈ മുത്തശ്ശി അവളും ബോധം കെട്ട് വീഴും. കുറച്ച് കഴിയുമ്പോൾ അവള് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ആ ഒരു മുത്തശ്ശിക്കും ബോധം വന്നിട്ടുണ്ട്. ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നിലവിളിച്ചിട്ട് ഓടുകയാണ്. ഇതേ നേരം തന്നെ ബോയ് ഫ്രണ്ട് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പോഴാണ് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങുന്നത്. എന്തിനാ? ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട്. എന്തായാലും വീണ്ടും ഗേൾ ഫ്രണ്ടിനെ കാണിക്കുകയാണെങ്കിൽ അവൾ പേടിച്ചോടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓടി പോകാനായിട്ട് പറ്റത്തില്ല. പിന്നാലെ തന്നെ ആ ഒരു കിളവിയുണ്ട്. അവള്
പെട്ടെന്ന് തന്നെ സൈഡിൽ ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. ഒരു ചെറിയ പൈപ്പ് ലൈൻ പോലെ അതുവഴി അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശി അവളുടെ അടുത്ത് വരികയാണ്. ആ ഒരു പൈപ്പ് ലൈനിൽ കൂടെ വന്നിട്ട് അവളുടെ കാലിൽ കയറി പിടിക്കും. അവളുടെ കാലൊക്കെ വലിച്ചു മുറിക്കുന്നുണ്ട്. അവൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ വായിൽ കൈയിടാണ്. ആ വായിൽ കൈയിടുന്ന നേരത്ത് അവളുടെ ശരീരം പ്രായമാവാനായിട്ട് തുടങ്ങും. പക്ഷെ അവൾ ആ മുത്തശ്ശീനെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി മാറ്റിയിട്ട് എങ്ങനെയൊക്കെയോ ഇഴഞ്ഞ് ആ ഒരു മെയ്സിന്റെ നടുക്ക് വരുന്നുണ്ട്. ആ ഒരു മണി കെട്ടി തൂക്കിയിട്ടേക്കുന്ന സ്ഥലത്ത് അവിടെ വന്നിട്ട് അവൾ മണി അടിക്കാനായിട്ട് അതിനകത്ത് പിടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ മണിയിലൂടെ മുത്തശ്ശി താഴോട്ട് വന്ന് അവൾക്ക് ലിപ് ലോക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. വല്ലാത്തൊരു പ്രേതം തന്നെ. ആ ഒരു ലിപ് ലോക്ക് കിട്ടിയതും ഈ ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പ്രായമാവുകയാണ്. വളരെയധികം മുത്തശ്ശിയായി മാറുകയാണ്. എന്നിട്ട് അവൾ വിട്ടുകൊടുക്കത്തില്ല. ആ മണിയിൽ കൈവച്ച് പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചതും മണി അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ മണിയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഗേൾ ഫ്രണ്ട് മരണപ്പെട്ടു പോവുകയാണ്. ഈ ഒരു മണി ശബ്ദം നമ്മുടെ ക്രിസും അതുപോലെ തന്നെ എമിലിയും പിന്നെ കസിനും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബോയ് ഫ്രണ്ട് കേൾക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ട് അങ്ങോട്ട് ഓടി വന്ന് നോക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പാടില്ല. പക്ഷേ അതിന് പകരം ഒരു മുത്തശ്ശിയാണ് ഗേൾ ഫ്രണ്ടിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ തൂങ്ങി കിടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ സ്കൂളിലെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഒത്തുകൂടുകയാണ്. ബോയ് ഫ്രണ്ട്, കസിൻ, ക്രിസ് അതുപോലെ തന്നെ എമിലി. ഈ ക്രിസും എമിലിയും കൂടെ എല്ലാരോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ആ മരണപ്പെട്ടു പോയത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ഗേൾ ഫ്രണ്ട് പ്രായമായിട്ട് മുത്തശ്ശിയായിട്ടാണ് മരണപ്പെട്ടു പോകാൻ വിധിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഒരു പ്രേതം വന്ന് അവളെ കൊന്ന സമയത്ത് അവൾ എങ്ങനെയാണോ വിധിക്കപ്പെട്ടത് അതുപോലെ തന്നെ മരണപ്പെട്ടു. പക്ഷെ പ്രായമായെന്ന് മാത്രമേ ഉള്ളെന്ന്. എന്നാൽ ബോയ് ഫ്രണ്ട് ഇത് വിശ്വസിക്കുന്നില്ല. ഇതേ സമയം തന്നെ കസിന് ദേഷ്യം വരുന്നുണ്ട്. നീയാണ് അവളെ കൊന്നത്, നീയാണ് അവൾക്ക് ആ വിസിൽ ഊതാനായിട്ട് കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് കസിൻ അടി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ബോയ് ഫ്രണ്ട് കസിനെ തള്ളി താഴ്ത്തിടുകയാണ്. നീ വെറും ഒരു വൃത്തികെട്ടവനാടാ. ബാക്കിയുള്ളവരുടെ റിലേഷൻഷിപ്പിൽ കയറിയിട്ട് അവരുടെ പെണ്ണിനെ അടിച്ചു മാറ്റാനായിട്ട് നോക്കുന്ന നിന്നെ പോലുള്ള കഴുതകളൊക്കെ ചാവണമെന്ന് പറഞ്ഞിട്ട് അവനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട്. കസിനെ ഒരുപാട് അപമാനിക്കുകയാണ്. കസിനാണെങ്കിൽ ആകെ വിഷമിച്ച് അവന് ജയിച്ച് കിട്ടിയ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചിരുന്ന ആ പാവ എടുത്ത് അവിടെ നിന്ന് ഓടി മാറിപ്പോവാണ്. എവരോട് എല്ലാരോടും കൂടെ ക്രിസ് പറയുന്നുണ്ട് ആരും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ആ പ്രേതം വന്ന് ആക്രമിക്കുമെന്ന്. എന്നാൽ ബോയ് ഫ്രണ്ടും അതുപോലെ തന്നെ കസിനും കേൾക്കുന്നില്ല. കസിനാണെങ്കിൽ ഒരു കാറും എടുത്ത് കുടിച്ച് ലെക്ക് ഇട്ട് അവന്റെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് വീട്ടിലെ ജനലിലൂടെയാണ് കയറുന്നത്. അങ്ങനെ റൂമിൽ കയറിയിട്ട് ലൈറ്റ് ഇടുമ്പോൾ അവന്റെ പിന്നിലായിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നതായിട്ട് അവൻ കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ആ രൂപം അങ്ങനെ തിരിഞ്ഞും മടങ്ങിയൊക്കെ കളിയുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ അവിടെ ഇരുന്ന ലാമ്പിന്റെ മുകളിലൂടെ വീഴാണ്. ആ ലാമ്പ് താഴെ വീണ് പൊട്ടും. അവൻ എത്രയും പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ആ റൂമിലെ ലൈറ്റ് ഇടാണ്. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രേതത്തിനെ കാണാനില്ല. അവന് തോന്നിയതാണെന്ന് അവൻ വിചാരിക്കും. ഇതേ നേരം കസിൻ ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ അങ്ങനെ ഇരിപ്പുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ക്രിസും എമിലിയും മുകളിലുണ്ട്. ഈ ഒരു കസിന് കുട്ടിക്കാലം തൊട്ടേ ഗേൾ ഫ്രണ്ടിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ വേറെ ബോയ് ഫ്രണ്ടിനെ നോക്കി. എന്തായാലും ക്രിസിന് നല്ല വിഷമമുണ്ട്. അവള് വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എമിലി വന്ന് സമാധാനപ്പെടുത്തും. അപ്പൊ ക്രിസ് അവളുടെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അവള് ഡ്രഗ്സ് അടിച്ച് കാർ ഓടിച്ചിട്ടാണ് അവളുടെ അച്ഛൻ മരണപ്പെട്ടു പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് എമിലി പതിയാണെങ്കിൽ ക്രിസിന് എന്ന് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ക്രിസ് ആദ്യം മാറിപ്പോയെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ കസിൻ താഴെ ഇരിപ്പുണ്ടല്ലോ. അവന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിഷ്വൽസ് ഒക്കെ കാണാം. അവൻ എങ്ങനെയാണ് മരണപ്പെടാൻ പോകുന്നത് എന്നുള്ള വിഷ്വൽസ് ഒക്കെ. അവനൊരു ക്രഷറിൽ കയറിയിട്ട് അരഞ്ഞാണ് മരിക്കാൻ പോകുന്നത്. ആ ഒരു വിഷ്വൽസ് അവന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ബോധത്തിലോട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസം തന്നെ കസിനും എമിലിയും അതുപോലെ തന്നെ ക്രിസും കൂടെ ആ ഒരു പയ്യന്റെ മുത്തശ്ശീനെ ചെന്ന് കാണും. ആദ്യം മരണപ്പെട്ടില്ലേ ഒരു പയ്യൻ, അവന്റെ മുത്തശ്ശീനെ ചെന്ന് കാണും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ അവശതയിലാണ്. അവരോട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് രക്ഷപ്പെടാനൊന്നും പറ്റില്ല, പക്ഷെ വേറൊരാളുടെ ജീവൻ ബലി കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് എവരുടെ ബ്ലഡ് എടുത്ത് അയാളുടെ ദേഹത്ത് തേച്ചു കൊടുത്താൽ മതി. ഈ മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്രിസ് ആണെങ്കിൽ അവിടുത്തെ കണ്ണാടിയിൽ നോക്കാണ്. അവൾ ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അവൾക്ക് അവളുടെ മരണത്തിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവള് കയ്യിൽ ഡ്രഗ്സ് എന്തോ കുത്തിയിട്ടാണ് മരിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർ അവളെ വിളിക്കുമ്പോൾ അവള് ബോധത്തിലോട്ട് വരികയാണ്. അപ്പൊ തന്നെ ആ മുത്തശ്ശിയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ശ്വസിക്കാനായിട്ട് തുടങ്ങി മരണപ്പെട്ടു പോവാണ്. അവർക്ക് അധിക കാലമൊന്നും ഇല്ലായിരുന്നു, അവര് മരണപ്പെട്ടു പോയി. ഇതിനുശേഷം ക്രിസും കസിനും അതുപോലെ തന്നെ എമിലിയും കൂടെ പുറത്തോട്ടിറങ്ങി വരും. കസിനാണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെ ബലി കൊടുക്കണം, എന്നാൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാന്നൊക്കെ പറയുമ്പോൾ ഈ ക്രിസും അതുപോലെ തന്നെ എമിലി സമ്മതിക്കുന്നില്ല. നമ്മുടെ ജീവൻ പോണെങ്കിൽ പോട്ട്, വേറെ ആരുടെ ജീവനും കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ കസിൻ കേൾക്കത്തില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവൻ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ആ കാറിൽ തന്നെ ആ ഒരു വിസിലും ഉണ്ട്. എന്നാൽ എമിലിക്കും ക്രിസിനും പോകാനായിട്ട് പറ്റിയില്ല. അവരവിടെ കിടന്ന് വേറൊരു കാർ എടുത്തിട്ട് അവന്റെ പിന്നാലെ പോകും. ഇതേ നേരം തന്നെ മറ്റേ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആകെ വിഷമിച്ച് ഗേൾ ഫ്രണ്ടിന്റെ മരണം കാരണം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമായിരിക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടിട്ട് അവൻ പതിയെ എണീറ്റ് നോക്കുമ്പോൾ ആ ഒരു രൂപത്തിനെ അവന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് കണ്ട് അവൻ നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരിക്കും ആ രൂപം കാണാതെ പോകുന്നത്. അവന്റെ നിലവിളി കേട്ടിട്ട് അവന്റെ മാതാപിതാക്കൾ പുറത്തു വന്ന് നിന്ന് വിളിക്കുന്നുണ്ട്. എടാ ഇറങ്ങി വാ, ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട്. എന്നാൽ അവൻ കേൾക്കാതെ ഡോറ് പൂട്ടി കുറെ സാധനങ്ങളൊക്കെ ആ ഡോറിന്റെ മേലെ പിടിച്ചിട്ടിട്ട് അവൻ പതിയെ പതിയെ പേടിച്ച് പിന്നിലോട്ട് നടക്കും. എന്നാൽ പിന്നിൽ തന്നെ ഒരു അലമാര ഉണ്ടായിരുന്നു. ആ അലമാരയിൽ നിന്നൊരു പ്രേതം വന്ന് അവനെ പിടിക്കുകയാണ്. ഉടനടി അവൻ വായിലോട്ട്
പൊങ്ങും. അവന്റെ മരണം എങ്ങനെയാന്നല്ലേ, അവനൊരു വണ്ടി ആക്സിഡന്റിലായിരുന്നു മരിക്കേണ്ടത്. എന്നാൽ അതുപോലെ തന്നെ അവ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഒടിഞ്ഞു മടങ്ങി അവന്റെ ശരീരമൊക്കെ രണ്ടായി അങ്ങനെയാണ് മരിക്കുന്നത്. ഇതേ നേരം തന്നെ അവന്റെ മാതാപിതാക്കൾ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ സ്വന്തം മോൻ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അവരാകെ തകർന്നു പോവാണ് രണ്ടുപേരും. ഇതേ നേരം ക്രിസും എമിലിയും കൂടെ കസിന്റെ റൂമിൽ വന്നിട്ടുണ്ട്. കസിൻ എങ്ങോട്ടാ പോയെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ വന്ന് നോക്കുമ്പോൾ കസിൻ എവിടെ വെച്ചാണ് മരിക്കാൻ പോണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ പ്ലാൻസ് ഒക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ ഒരു ഡ്രഗ് ഡീലർ ആണെങ്കിൽ വളരെയധികം മോശപ്പെട്ട ആളല്ലേ, അവനെ ബലി കൊടുക്കാനായിട്ടാണ് ഈ ഒരു കസിൻ പോയിരിക്കുന്നത്. ഇവര് ചിന്തിച്ചു കൂട്ടിയതെല്ലാം ശരിയാണ്. കസിൻ നേരെ പള്ളിയിലോട്ടാണ് വന്നേക്കുന്നത്. അവിടെ തന്നെ ആ പയ്യനുണ്ട്. കസിൻ എവിടെ നിന്ന് ഒരു തോക്ക് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു പയ്യന്റെ നേരെ ചൂണ്ടും. പയ്യൻ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴായിരിക്കും പള്ളിയുടെ മണിശബ്ദം മുഴങ്ങുന്നത്. അത് കേട്ടതോടെ ഈ കസിന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്നും മാറാണ്. ശ്രദ്ധ മാറിയതും ഈ ഒരു ഡ്രഗ് ഡീലർ അവനെ അടിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് ഈ കസിന്റെ തോക്കെടുത്ത് തന്നെ ഈ പയ്യൻ കസിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടയില്ല. പെട്ടെന്ന് തന്നെ കസിൻ അവിടെ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് ഈ ഒരു പയ്യന്റെ തല നോക്കി ഒറ്റ അടിയാണ്. പയ്യന്റെ ബോധം പോയി. എന്നിട്ട് ഈ പയ്യനെയും തൂക്കിയെടുത്തൊരു ആളില്ലാത്ത സ്ഥലത്ത് വരുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവനെ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ കയ്യൊക്കെ മുറിച്ചിട്ട് ആ ഒരു രക്തം അവന്റെ ദേഹത്താക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും എമിലിയും ക്രിസും അങ്ങോട്ട് വരുന്നത്. എടാ വേണ്ട, അത് ശരിയല്ലടാ എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സ് ചെറുതായിട്ട് മാറാണ്. അതേ നേരം തന്നെ ഈ പയ്യനാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇനി ആർക്കും ഡ്രഗ്സ് കൊടുക്കത്തില്ല അങ്ങനെയൊക്കെ പറയാണ്. എന്തായാലും അവൻ തൽക്കാലത്തേക്ക് ഈ പയ്യനെ ബലി കൊടുക്കണ്ടെന്ന് തീരുമാനിക്കും. അന്നേരമായിരിക്കും അവൻ എന്തോ വേദന അനുഭവപ്പെടുന്നത്. അവന്റെ കൈയാണെങ്കിൽ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അവന് തോന്നും. സത്യമാണ്, അവൻ ആരോ പിടിച്ച് വലിക്കുന്നുണ്ട്. അവന്റെ കൈയുടെ അറ്റം തൊട്ട് ചെത്തിപ്പോവാനായിട്ട് തുടങ്ങാണ്. എമിലിയും അതുപോലെ തന്നെ ക്രിസും കൂടെ വന്ന് അവനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കും. എന്നാൽ അവൻ വായുവിലോട്ട് പൊങ്ങിയിട്ട് അവന്റെ ശരീരം മൊത്തം ചിന്നി ചിതറി പോവാണ്. അവൻ ക്രഷറിൽ വീണ് മരിക്കേണ്ടവനായിരുന്നു. അതേപോലെ തന്നെ അവൻ ചിന്നി ചിതറി മരിച്ചു പോവുകയാണ്. ഇത് കാണുന്ന ക്രിസ് ആണെങ്കിൽ ആകെ തകർന്നു പോവാണ്. എമിലിയാണ് അവളെ വന്ന് സമാധാനപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ആ പ്രാന്തനെ അവിടെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. അവനും ഇത് കണ്ട് എന്താന്ന് മനസ്സിലാവാതെ പേടിച്ച് പറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എമിലിയും ക്രിസും കൂടെ പുറത്തോട്ടിറങ്ങി ഓടി വരികയാണ്. ഇവർക്ക് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് കുറച്ചു നേരത്തേക്ക് അവർ മരണപ്പെട്ടാൽ മതി ആ ഒരു പ്രേതത്തിനെ കബളിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ മരണപ്പെടാനായിട്ട് അവരുടെ ദേഹത്ത് ഒരുപാടധികം ഇൻസുലിൻ കുത്തിവെച്ചാൽ മതി. അപ്പൊ കുറച്ചു നേരത്തേക്ക് അവരുടെ ഹാർട്ട് ബീറ്റ് നിലച്ചു പോകും. ഇൻസുലിൻ ഈ ഒരു എമിലിയുടെയിൽ തന്നെ ഉണ്ട്. അങ്ങനെ എമിലിയുടെ കാർ വന്ന് തുറക്കുമ്പോൾ എമിലിയുടെ കാറിന്റെ ഡിക്കിയിൽ ഒരുപാട് ഇൻസുലിൻ ഉണ്ട്. ആ ഒരു ഇൻസുലിനും എന്തോ ഒരു ഹാർട്ട് ബീറ്റ് നിലച്ചാൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഡിവൈസും എടുത്തിട്ട് ഇവരൊരു സ്ഥലത്ത് കയറി ഷട്ടർ ഇട്ട് പൂട്ടുകയാണ്. ആ ഒരു നേരം നമ്മുടെ ക്രിസ് ആണെങ്കിൽ അവളുടെ മരണത്തിന് മുമ്പിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതിനെ നോക്കി നിൽക്കാനായിട്ട് അവൾക്ക് സമയമില്ല. ഒരു വലിയൊരു പൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് വെള്ളം തുറന്നു വിട്ടിട്ട് പിന്നെ കുറച്ച് തണുത്ത ഐസും അതിനകത്ത് വാരിയിടാനായിട്ട് തുടങ്ങും. ആ ഒരു ഷെഡിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഓരോ ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒരുമിച്ച് കുത്തിവെക്കാനായിട്ട്. ക്രിസ് എമിലിനെയും കുത്തും, എമിലി ക്രിസിനെയും കുത്തും. എന്നാൽ എമിലി പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ക്രിസിന്റെ ദേഹത്ത് ഒരുപാട് കുത്തിവെക്കുകയാണ്. എമിലിക്ക് ക്രിസിനെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ കുത്തിവെക്കുന്ന നേരത്ത് ക്രിസ് ബോധം കിട്ടാ പൂളിൽ വീഴാണ്. അവൾ വീണതും അവൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നപ്പെടുന്നുണ്ട്. വേറെ ഏതോ ഒരു വെള്ളമുള്ള ലോകത്ത്. ഇപ്പൊ എമിലിനെ കാണിക്കുകയാണെങ്കിൽ അവൾ ഇൻസുലിൻ കുത്തിവെച്ചല്ലോ, തൽക്കാലത്തേക്ക് ക്രിസ് മരിച്ചുപോയി. ഇനി അവളെ വീണ്ടും ജീവനോടെ കൊണ്ടുവരണം. അതിന് ഗ്ലൂക്കകം കുത്തിവെക്കണം. ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മരുന്ന്. അങ്ങനെ എമിലി ആണെങ്കിൽ ക്രിസിനെ ആ പൂളിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അവളുടെ ദേഹത്തൊരു മരുന്ന് കുത്തിവെക്കുകയാണ്. അവളുടെ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മരുന്ന്. അത് പെട്ടെന്ന് തന്നെ എടുത്ത് കുത്തിവെച്ചിട്ട് ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഡിവൈസ് എടുത്ത് ക്രിസിന്റെ നെഞ്ചിൽ അമർത്താണ്. ക്രിസ് പെട്ടെന്ന് തന്നെ ചാടുന്നുണ്ട്. പക്ഷെ അവൾക്ക് ജീവൻ വരുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടേ വീണ്ടും ആ ഡിവൈസ് വർക്കാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എമിലി വീണ്ടും അവളുടെ നെഞ്ചിലിട്ട് CPR കൊടുക്കാനായിട്ട് തുടങ്ങും. എന്നാൽ എമിലി അവളുടെ മരണത്തിന് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പക്ഷെ അവൾ വിട്ടുകൊടുക്കത്തില്ല. ഇതേ നേരം തന്നെ ആ ഡ്രഗ് വിൽക്കുന്ന പ്രാന്തനാണെങ്കിൽ കെട്ടൊക്കെ എങ്ങനെയൊക്കെ അഴിച്ചിട്ട് ഇവരുള്ള സ്ഥലം മനസ്സിലാക്കി തോക്ക് കൊടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ആ തോക്കിൽ തന്നെ ബുള്ളറ്റ് ആ ഒരു കസിൻ നിറച്ചിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ആ ഷട്ടർ അടിച്ച് പൊളിച്ചിട്ട് തോക്ക് വെച്ച് എമിലിയുടെയും ക്രിസിന്റെയും നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന നേരത്താവട്ടെ എമിലിയുടെ ദേഹത്ത് വെടി ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇരുന്ന ഡിവൈസ് എല്ലാം കേടായി പോവാണ്. പക്ഷെ വെടിയേറ്റിട്ടും എമിലി വെറുതെ വിടത്തില്ല. വീണ്ടും CPR കൊടുക്കുകയാണ്. ഈ CPR കൊടുക്കുന്ന നേരത്തെല്ലാം എമിലിക്ക് അവളുടെ മരണത്തിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ക്രിസിനെ വിട്ടുകൊടുക്കാനായിട്ട് എമിലിക്ക് മനസ്സില്ല. അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം ക്രിസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് പ്രേതമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രേതത്തിനെ എങ്ങനെയെങ്കിലൊക്കെ ചവിട്ടി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അവൾ മുകളിലോട്ട് അങ്ങനെ വരും. അങ്ങനെ മുകളിലോട്ട് വരുമ്പോഴായിരിക്കും അവൾ പെട്ടെന്ന് തന്നെ ബോധത്തിലോട്ട് വരുന്നത്. അവൾ മരണപ്പെട്ടിട്ട് ജീവനോടെ തിരിച്ചു വന്നു. ക്രിസിന് ബോധം വന്ന് നോക്കുമ്പോൾ എമിലിയുടെ മരണം അടുത്ത് വന്നു കഴിഞ്ഞു. എമിലി താഴെ കടന്ന് പെടയാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ക്രിസിന് വലിയ പ്രശ്നമൊന്നും പറ്റത്തില്ല. ക്രിസ് പെട്ടെന്ന് തന്നെ എമിലിനെ ചെന്ന് കെട്ടിപ്പിടിക്കും. അന്നേരമായിരിക്കും ആ പ്രാന്ത ഷട്ടറൊക്കെ അടിച്ചു പൊളിച്ചൊരു തോക്ക് എടുത്ത് അകത്തോട്ട് കയറി വരുന്നത്. എന്നാൽ ഈ എമിലിയുടെ ബ്ലഡ് ആണെങ്കിൽ കുറച്ചധികം ഒഴുകി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ മണ്ടനാണെങ്കിൽ ഈ ബ്ലഡിൽ വന്ന് തൊടുകയാണ്. അപ്പൊ തന്നെ എമിലിക്ക് ഭേദമായിട്ടുണ്ട്. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവളുടെ മരണം അവളെ വിട്ടു പോയിട്ടുണ്ട്. അതായത് ഈ എമിലി ഒരു ബലി കൊടുത്തേക്കാണ്. ഈ മണ്ടത്തരം കാണിച്ചതാണ്. അവൻ ഈ ബ്ലഡ് നോക്കി നിൽക്കുമ്പോൾ ദൂരെയായിട്ടൊരു രൂപം കാണാം. വല്ലാത്തൊരു വിചിത്രമായിട്ടുള്ള രൂപം. ആ രൂപത്തിനെ കണ്ടത് അവൻ പേടിച്ചിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഷൂട്ടെല്ലാം എവനാണ് കേൾക്കുന്നത്. എവൻ ലാസ്റ്റ് ഷൂട്ട് ഏറ്റു മരണപ്പെട്ടു പോവാണ്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ ആൾക്കാരെയും കൊല്ലാൻ വന്നത് അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രേതമാണ്. അവരെങ്ങനെയാണോ മരണപ്പെടുന്നത് ആ ഒരു രൂപത്തിലുള്ള പ്രേതമാണ് അവരെ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നത്. അവരെ ആ പ്രേതത്തിന് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അത് അവർക്ക് തന്നെ ഏൽക്കത്തുള്ളൂ. അതാണ് സംഭവം. അതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന സമയത്ത് ആ ഒരു വിസിൽ ചിഹ്നം ചിതറി പോയിട്ടുണ്ട്, അത് നശിച്ചു പോയിട്ടുണ്ട്. കട്ട് ചെയ്താൽ 3 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ ക്രിസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, അവള് മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ട് സ്കൂളിലോട്ട് വന്നേക്കാണ്. അവിടെ തന്നെ എമിലി ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ചില രൂപത്തിന് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് ആ രൂപം അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ക്രിസ് ആണെങ്കിലും നടന്നു ചെന്ന് എമിലിക്ക് ഒരു കിസ് കൊടുക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരു ലെസ് കപ്പിളായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇവർ ആ സ്കൂളിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ പുതിയതായിട്ടൊരു പെൺകുട്ടി ആ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. അവള് വന്ന് അവളുടെ ലോക്കർ തുറക്കുന്ന നേരത്ത് ആ ഒരു വിസിലിന്റെ പെട്ടി അവളുടെ ലോക്കറിലായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ നശിച്ചു പോയ ആ ഒരു വിസിൽ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, അതിനർത്ഥം ഈ ഒരു വിസിൽ നശിച്ചു പോകത്തില്ല, ഇത് വീണ്ടും വീണ്ടും അടുത്ത ആൾക്കാരെ തേടി പൊയ്ക്കൊണ്ടിരിക്കും. എന്തായാലും ആ പെൺകുട്ടി ആ ഒരു വിസിൽ എടുത്ത് നോക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.